ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് ലില്ലിക്കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി നടാൻ വിചാരിച്ചു. ഇത് പണ്ട് ഓൺലൈനിൽ മേടിച്ച ലില്ലീൻ്റെ കിഴങ്ങാട്ടോ. അപ്പോൾ അത് ഞാൻ കുഴിച്ചിട്ട സ്ഥലം ശരിയായില്ല. അപ്പോൾ അവിടുന്ന് പറിച്ചിട്ട് നമുക്കിനി ഈ പാത്രത്തിൽ നട്ടു കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് തെർമോക്കോളൊക്കെ അടിയിലിട്ട് കൊടുത്തു. പിന്നെ ഇതിൽ മിക്സാക്കി വെച്ചത് മണ്ണ്, ഉണങ്ങിയ പുല്ല്. ഈ പുല്ല് ലോണ് വെട്ടിയപ്പോൾ എടുത്തു വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ കുറച്ച് മണ്ണിന് ഇളക്കം കിട്ടും. കൂടാതെ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് പെർലൈറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം, എന്നാലേ നല്ല വേരോട്ടം ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ പെർലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി ആ ഉണക്കപ്പുല്ലിൻ്റെ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മണ്ണും കൂടി ഇട്ടിട്ട് കിഴങ്ങ് നട്ടു കൊടുക്കാം കേട്ടോ. ലില്ലി ചെടികൾ എപ്പോഴും മഴയ്ക്ക് മുന്നേ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ചൊന്ന് താമസിച്ചു പോയി. അപ്പം നട്ടു കൊടുക്കുമ്പോൾ ഇല ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ അടുത്ത കൊല്ലം ഈ ഇതിൽ കുറച്ച് ഇലകളൊക്കെ വരുമല്ലോ, അപ്പോൾ ആ ഇലകളൊക്കെ മഴയ്ക്ക് മുന്നായിട്ട് വെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുമഴ കിട്ടിയിട്ട് പിന്നെ വരുന്നത് പൂക്കളായി മാറും കേട്ടോ. അപ്പോൾ അതുമാതിരിയാണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്രാവശ്യം കുറച്ച് ഞാൻ നോക്കിയപ്പോൾ പൂക്കൾ ഉണ്ടാവും വിചാരിച്ചു ഇപ്രാവശ്യം, എന്നിട്ട് പൂക്കളൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പറിച്ചിട്ട് ഇങ്ങനത്തെ ചട്ടിയിൽ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പം നീളത്തിലുള്ള ചട്ടിയാകുമ്പോൾ നമുക്ക് കുറേ എണ്ണം അടുപ്പിച്ച് നട്ടു കൊടുക്കാമല്ലോ. അപ്പം ഇതുപോലെ ചെറിയ കിഴങ്ങാട്ടോ ഓൺലൈനിൽ വാങ്ങിച്ചത്. പിന്നെ മണ്ണിലൊക്കെ നട്ടപ്പോൾ വലിയ കിഴങ്ങായി മാറി കേട്ടോ. ഇത് ഇത്ര പോകുന്ന കിഴങ്ങായിരുന്നു നമുക്ക് ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചത്. ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു വലിപ്പം ആദ്യം കാണിച്ചില്ലേ, ആ വലിപ്പമാണ് ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കിഴങ്ങുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും 2 ചട്ടിയിൽ നിറച്ച് കിഴങ്ങ് നട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചകിരിച്ചോറൊക്കെ നല്ല പൊത്തി സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മഴയിലെങ്കിലും നമുക്ക് ലില്ലിപ്പൂക്കൾ ഉണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പീസ് ലില്ലിയും ഒരു ഉഷാറില്ലാതെ നിൽക്കുക. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വലിയ മൺചട്ടിയിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ആ ചട്ടി നിറച്ച് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി ആ വലിയ ചട്ടിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുപാറും നമുക്ക് ഈ വളക്കൂറുള്ള മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇലകളൊക്കെ ആവശ്യമില്ലാത്ത ഉണങ്ങിയ ഇലയും പഴുത്ത ഇലയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിയൊന്നും ഉഷാറായി വന്നോളും. ഇനി അടുത്ത പരിപാടി എന്താ, നമുക്ക് നനച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാ ചെടികൾക്കും നമ്മൾ നനച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ ഇപ്പം നല്ല മുട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡേസി ചെടിയും നന്നായി പൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും കുറച്ചും കൂടി വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. നമ്മുടെ ആമ്പൽ ചെടികളിലും നിറയെ, അമ്പലല്ല താമര, ആമ്പൽ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ താമര ചെടിയിൽ നിറയെ മുട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അന്ന് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നന്നായിട്ട് തളിരിട്ട് പൂവിട്ടീനെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ മുട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ട്രേയിൽ വെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു ചട്ടിയിൽ ഇങ്ങനെ നട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.